Hello all, welcome to next video lecture of software engineering. On this video, I'm covering some agile methods. We'll see some agile methods in this video. Some agile methods are adaptive software development ASD, Scrum, dynamic system development method DSDM, Crystal, feature drive development FDD, lean software development LSD, agile modeling, agile unified process AUP. These are few agile methods. First method, DSDM, Dynamic Systems Development Method. The Dynamic Systems Development Method is an agile software development approach that provides a framework for building and manipulating systems which meet tight time constraint through the use of incremental prototyping in a controlled project environment. ഒരു DSDM മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഒരു agile അപ്രോച്ച് ആയിട്ടാണ്, agile സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അപ്രോച്ച് ആയിട്ടാണ്. ഇത് യൂസ് ചെയ്യുക ചില പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സിസ്റ്റംസിനാണ്, ചില പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ബിൽഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുമാണ്. അവിടെ ടൈം കൺസ്ട്രെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻക്രിമെന്റൽ മോഡലിൽ പ്രോജക്റ്റ് ഡെവലപ്മെന്റ് നടക്കണം, ടൈം കൺസ്ട്രെയിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനത്തെ ആപ്ലിക്കേഷൻസിലാണ് DSDM യൂസ് ചെയ്യുക. DSDM is a process framework that can adopt the tactics of another agile approach such as XP. XPയുടെ അതേ അപ്രോച്ചസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് DSDM. XP means extreme programming. Now this is the DSDM life cycle. Or DSDM life cycle starts with feasibility study, then business study. If customer needs or requirements are prioritized. Functional model iteration step where risk analysis and a plan is prepared. Planning ആണ് മെയിൻലി ഇവിടെ ചെയ്യുന്നത്. അതുപോലെ റിസ്ക് അനാലിസിസിനെ ബേസ് ചെയ്താണ് ടൈം ബോക്സ് പ്ലാൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഡിസൈൻ ആൻഡ് ബിൽഡ് ഐട്രേഷൻ എന്നുള്ള ഒരു ഫേസ് ഉണ്ട്, പിന്നെ ഇംപ്ലിമെന്റേഷൻ ഫേസ്. ഇത്രയുമാണ് DSDM ലൈഫ് സൈക്കിളിലെ ഇമ്പോർട്ടൻറ്റ് ഫേസസ്. Feasibility study establishes the basic requirements and constraints associated with the application to be built, and then assesses whether the application is a viable candidate for the DSDM process. Feasibility study ആദ്യം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന്റെ ബിസിനസ് റിക്വയർമെന്റ്സ് കൺസ്ട്രെയിൻസ് എല്ലാം ഒന്ന് അനലൈസ് ചെയ്യും. അതിനുശേഷം അതൊന്ന് അസസ് ചെയ്യും. അസസ് ചെയ്തിട്ട് ആ അസസ്മെന്റ് റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് തീരുമാനിക്കുക DSDM പ്രോസസ്സ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ആ ഒരു പെർട്ടിക്കുലർ പ്രൊജക്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുമോ. ബിസിനസ് സ്റ്റഡി എസ്റ്റാബ്ലിഷസ് ദ ഫങ്ഷണൽ ആൻഡ് ഇൻഫോർമേഷൻ റിക്വയർമെന്റ്സ് ആൻഡ് ഡിഫൈൻസ് ദ ബേസിക് ആപ്ലിക്കേഷൻ ആർക്കിടെക്ചർ ആൻഡ് ഐഡന്റിഫൈസ് ദി മെയിൻറ്റനബിലിറ്റി റിക്വയർമെന്റ്സ് ഫോർ ദി ആപ്ലിക്കേഷൻ. ഇത് അതേപോലെ ബിസിനസ് സ്റ്റഡിയിൽ ചെയ്യുന്നത് അതിന്റെ ഫങ്ഷണൽ ആൻഡ് ഇൻഫോർമേഷണൽ റിക്വയർമെന്റ്സ്, ആ ഒരു പ്രൊജക്റ്റിന് വേണ്ട ഫങ്ഷനാലിറ്റീസ് അല്ലെങ്കിൽ അതിന് വേണ്ട ഇൻഫോർമേഷൻസ് എല്ലാം കസ്റ്റമറിൽ നിന്ന് ഗ്യാദർ ചെയ്യാം. അതേപോലെ ആ പ്രൊജക്റ്റിന് വേണ്ട ബേസിക് ആപ്ലിക്കേഷൻ ആർക്കിടെക്ചർ ഡിഫൈൻ ചെയ്യാം. അതേപോലെ മെയിൻറ്റെയിനബിലിറ്റിക്ക് വേണ്ട റിക്വയർമെന്റ്സും ഈ സമയത്ത് തന്നെ ബിസിനസ് സ്റ്റഡിയുടെ സമയത്ത് തന്നെ ഐഡന്റിഫൈ ചെയ്യും. കസ്റ്റമറിൽ നിന്ന് ഫങ്ഷണൽ റിക്വയർമെന്റ്സ് ഗ്യാദർ ചെയ്യാം, ഇൻഫോർമേഷണൽ റിക്വയർമെന്റ്സ് ഗ്യാദർ ചെയ്യാം, ആപ്ലിക്കേഷൻ ആർക്കിടെക്ചർ ഡിഫൈൻ ചെയ്യാം, അതേപോലെ മെയിൻറ്റെയിനബിലിറ്റിക്ക് വേണ്ട റിക്വയർമെന്റ്സും ഐഡന്റിഫൈ ചെയ്യാം. The functional model iteration produces a set of incremental prototypes that demonstrate functionality for the customer. The intent during this iterative cycle is to gather additional requirements by eliciting feedback from the users as they exercise the prototype. ഇപ്പോൾ ഫങ്ഷണൽ മോഡൽ ഐട്രേഷൻ എന്ന് പറഞ്ഞ ഫേസിൽ നമ്മൾ ഒരു ഇൻക്രിമെന്റൽ പ്രോട്ടോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും ഈ DSDM പ്രോസസ്സിൽ. ഈ ഇൻക്രിമെന്റൽ പ്രോട്ടോടൈപ്പ് കസ്റ്റമേഴ്സിനെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുന്നതാണ്.
ഇതുകൊണ്ടുള്ള ഗുണം കസ്റ്റമേഴ്സിൽ നിന്ന് അഡീഷണൽ റിക്വയർമെന്റ്സ് ഗ്യാദർ ചെയ്യാൻ പറ്റും. കാരണം അവർ ഈ പ്രോട്ടോടൈപ്പ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരത് എക്സസൈസ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ഫീഡ്ബാക്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആ ഫീഡ്ബാക്സിന് ചിലപ്പോൾ അത് എക്സസൈസ് ചെയ്യുമ്പോഴും അവർക്ക് അഡീഷണൽ റിക്വയർമെന്റ്സ് വേണമെന്ന് മനസ്സിലാകും. Design and build iteration revisits prototypes built during functional model iteration. Functional model iterationലെ പ്രോട്ടോടൈപ്പിനെ ഒന്ന് ഡിസൈൻ ചെയ്യലും ബിൽഡ് ചെയ്യലും സ്റ്റെപ്പിനെയാണ് ഡിസൈൻ ആൻഡ് ബിൽഡ് ഐട്രേഷൻ ഫേസ് എന്ന് പറയുന്നത്. In some cases, functional model iteration and design and build iteration occur concurrently. ചില പ്രൊജക്ട്സിൽ വേണമെങ്കിൽ ഈ രണ്ട് ഫേസസ് ഫങ്ഷണൽ മോഡൽ ഐട്രേഷനും അതായത് പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യുന്ന ഫേസും അത് ഡിസൈൻ ആൻഡ് ബിൽഡ് ചെയ്യുന്ന ഫേസും കൺകറന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. Implementation places the latest software increment into operational environment. Implementation എന്ന ഫേസിൽ ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഐട്രേഷൻ കഴിഞ്ഞാൽ കിട്ടുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇൻക്രിമെന്റിനെ ഓപ്പറേഷണൽ എൻവയോൺമെന്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യലാണ് ഇംപ്ലിമെന്റേഷൻ ഫേസിൽ ചെയ്യുന്നത്. And note that during this phase, increment may not be 100% complete. ഒരു latest version ne പറഞ്ഞല്ലോ 100% complete ആകണമെന്ന് നിർബന്ധമില്ല. Changes may be requested as the increment is put into place. ഈ ഇൻക്രിമെന്റ് ഒരു വർക്കിംഗ് എൻവയോൺമെന്റിലേക്ക് കൊടുക്കുമ്പോൾ ഓപ്പറേഷണൽ എൻവയോൺമെന്റിലേക്ക് കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സ് വേണമെങ്കിൽ ചേഞ്ചസ് റിക്വസ്റ്റ് ചെയ്യാം. In either case, DSDM development continues by returning to the functional model iteration activity. ഇങ്ങനത്തെ 100% കംപ്ലീറ്റ് ആകാത്ത കേസോ ചേഞ്ചസ് റിക്വസ്റ്റ് ചെയ്യുന്ന കേസിലോ DSDM ഡെവലപ്മെന്റ് എൻവയോൺമെന്റിൽ ഫസ്റ്റ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞ ഫേസിലോട്ടല്ല റിട്ടേൺ ചെയ്യുന്നത്, പകരം ഫങ്ഷണൽ മോഡൽ ഐട്രേഷൻ എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ഫേസിലോട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. അതാണ് ഇവിടെ വരുന്ന ഒരു ഡിഫറൻസ്. DSDM principles. Active user involvement. ഒരു DSDM മെത്തേഡിൽ യൂസേഴ്സിന് ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഉണ്ട്. യൂസേഴ്സിന് അംബാസിഡർ യൂസേഴ്സ് എന്നൊക്കെയാണ് വിളിക്കുക. DSDM teams empowered to make decisions. ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഭയങ്കര പവർഫുൾ ടീമാണ് DSDM ടീം മെമ്പേഴ്സ്. ഫോക്കസ് ഓൺ ഫ്രീക്വന്റ് പ്രൊഡക്റ്റ് ഡെലിവറി. ഫ്രീക്വന്റ് ആയിട്ട് ഓരോ ഇൻക്രിമെന്റ്സ് ഡെലിവറി ചെയ്യാന്നുള്ളതാണ് അവരുടെ മെയിൻ ഫോക്കസ്. പ്രൊഡക്റ്റ് ആക്സെപ്റ്റൻസ് as ഫിറ്റ്നസ് ഫോർ ബിസിനസ് പർപ്പസ്. ആ ഫ്രീക്വന്റ് ആയിട്ട് അവർ ഡെലിവറി ചെയ്യുന്ന പ്രൊഡക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, ആ ആക്സെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ബിസിനസിന്റെ ഫിറ്റ്നസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. Iterative and incremental development to converge on a solution. അവരൊരു സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടി they follow an iterative development method and incremental development method. Requirements initially agreed at a high level. Requirements ഒരു ഹൈ ലെവലിലാണ് അഗ്രി ചെയ്യുന്നത്. ഇനീഷ്യലി ഹൈ ലെവൽ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിലും അത് അഗ്രി ചെയ്യാണ്. All changes made during development are reversible. ഡെവലപ്മെന്റിൽ നമ്മൾ വരുത്തിയ ഓരോ ചേഞ്ചസും ഇവിടെ റിവേഴ്സിബിൾ ആണ്. അതായത് എപ്പോൾ വേണമെങ്കിൽ അത് മോഡിഫൈ ചെയ്യാം അല്ലെങ്കിൽ പ്രീവിയസ് സ്റ്റേജിലോട്ട് കൊണ്ടുവരാം. ടെസ്റ്റിംഗ് is integrated throughout the life cycle. എല്ലാ ഫേസിലും ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. Collaborative and cooperative approach among all stakeholders are essential. ഇവിടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ് ആയാലും മാനേജേഴ്സ് ആയാലും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയാലും എൻഡ് യൂസേഴ്സ് ആയാലും എല്ലാവരും തമ്മിൽ ഒരു കൊളാബറേഷൻ അതേപോലെ ഒരു കോപ്പറേഷൻ ആവശ്യമാണ്. നെക്സ്റ്റ് ക്രിസ്റ്റൽ. Crystal is a family of process models with same genetic code but different methods for adapting to project characteristics. Crystal എന്ന് പറഞ്ഞ പ്രോസസ് മോഡലില് ജനറ്റിക് കോഡ് സെയിം ആയിരിക്കും, ബട്ട് ഓരോ പ്രൊജക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് അഡോപ്റ്റ് ചെയ്യുക. സോ ജനറ്റിക് കോഡ് സെയിം ബട്ട് ഡിഫറെന്റ് മെത്തേഡ്സ്. അങ്ങനെയുള്ള ഒരു ഫാമിലി ഓഫ് പ്രോസസ് മോഡൽസിനെയാണ് ക്രിസ്റ്റൽ മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് അഡാപ്റ്റീവ് SDLC. Adaptive SDLC combines RAD with software engineering best practices. Software engineering best practices combined with RAD, Rapid Application Development. ഇതാണ് Adaptive SDLC യിൽ ഫോളോ ചെയ്യുന്നത്.
അതിന്റെ ഫേസസ് ആണ് ഇവിടെ പറയുന്നത്. പ്രൊജക്ട് ഇനീഷ്യലൈസേഷൻ, adaptive cycle planning, concurrent component engineering, quality review, final QA and release. ഇത്രയും ഫേസ് വഴിയാണ് അഡാപ്റ്റീവ് SDLCയിൽ പ്രൊജക്ടിന്റെ ഓരോ ഐട്രേഷൻസും കടന്നു പോകുക. നേരത്തെ പറഞ്ഞ ഫേസസിന് ഇങ്ങനെ ഒരു 3 ഫേസും തന്നെ റിലീസ് ഫേസും ആയിട്ട് വേണമെങ്കിൽ ആക്കാം. സ്പെക്കുലേഷൻ, കൊളാബറേഷൻ ആൻഡ് ലേണിംഗ് then റിലീസ്. സ്പെക്കുലേഷൻ ഇസ് ആറ്റ് planning phase. Adaptive cycle planning, ആ പെർട്ടിക്കുലർ ഐട്രേഷൻ അല്ലെങ്കിൽ സൈക്കിളിന് വേണ്ട പ്ലാനിങ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ കസ്റ്റമേഴ്സിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ്സ് കളക്ട് ചെയ്യും, മിഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് പറയുക. പ്രൊജക്ട് കൺസ്ട്രെയിൻസ്, അതേപോലെ ബേസിക് റിക്വയർമെന്റ്സ് എല്ലാം ഗ്യാദർ ചെയ്യും, പ്രൊജക്ട് കൺസ്ട്രെയിൻസ് അനലൈസ് ചെയ്യും, ദെൻ ഒരു ടൈം ബോക്സ്ഡ് പ്ലാൻ റിലീസ് ചെയ്യും. ഇതാണ് മെയിൻലി സ്പെക്കുലേഷനിൽ ചെയ്യുന്നത്. Then requirements gathering, JAD and mini specs ആണ് കൊളാബറേഷനിൽ ചെയ്യുന്നത്, ഒരു ഡിസൈനിങ് പോലെ. Then ആ ഡിസൈൻ ചെയ്തതിനെ ഇംപ്ലിമെന്റ് ചെയ്യലാണ് ലേണിംഗ്. കോമ്പണൻസ് ആർ ഇംപ്ലിമെന്റഡ് ഓർ ടെസ്റ്റഡ്. അതേപോലെ ഫീഡ്ബാക്സ് കളക്ട് ചെയ്യും, ടെക്നിക്കൽ റിവ്യൂസ് നടത്തും, പോസ്റ്റ്മോർട്ടംസ് ചെയ്യും. പോസ്റ്റ്മോർട്ടംസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വീണ്ടും ഇതൊക്കെ ചെയ്യേണ്ടി വരും, ഐട്രേറ്റീവ് ആയിട്ട് പല സ്റ്റെപ്സ് പിന്നെയും ചെയ്യേണ്ടി വരും. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻക്രിമെന്റ് റിലീസ് ചെയ്യും. ആ ഓരോ ഫേസസ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഡ്യൂറിംഗ് സ്പെക്കുലേഷൻ ദ പ്രൊജക്ട് ഈസ് ഇനിഷ്യേറ്റഡ് ആൻഡ് അഡാപ്റ്റീവ് സൈക്കിൾ പ്ലാനിംഗ് ഈസ് കണ്ടക്റ്റഡ്. പ്രൊജക്ടിന്റെ ഇനീഷ്യൽ ടാസ്കുകളും ആ പെർട്ടിക്കുലർ സൈക്കിളിന് വേണ്ട പ്ലാനിങ്ങുമാണ് സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ആൻഡ് അഡാപ്റ്റീവ് സൈക്കിൾ പ്ലാനിംഗ് യൂസസ് സം ഇൻഫോർമേഷൻസ്. ഏതൊക്കെ ഇൻഫോർമേഷൻസ് ആണ്? കസ്റ്റമേഴ്സ് മിഷൻ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ പ്രൊജക്ട് കൺസ്ട്രെയിൻ, ഡെലിവറി ഡേറ്റ്സ് ഉണ്ടോ, അതേപോലെ യൂസേഴ്സ് ഇതിന് ഡിസ്ക്രിപ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത്, ബേസിക് റിക്വയർമെന്റ്സ് ടു ഡിഫൈൻ ദ സെറ്റ് ഓഫ് റിലീസ് സൈക്കിൾസ്. ഇത് ഇത്രയും ഇൻഫോർമേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു പ്ലാനിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ പീപ്പിൾ വർക്കിംഗ് ടുഗദർ മസ്റ്റ് ട്രസ്റ്റ് വൺ അനദർ ടു. ഒരു അഡാപ്റ്റീവ് SDLC ഏത് എജൈൽ മെത്തേഡിലായാലും വർക്ക് ചെയ്യുന്ന പീപ്പിളിന്റെ ഇടയിൽ ഉണ്ടാവേണ്ട കുറച്ച് ക്വാളിറ്റീസ് ആണ് പറയാൻ പോകുന്നത്. Criticize without animosity. Criticize ചെയ്യാൻ പറ്റണം. Assist without resentment. Assist ചെയ്യണം, എപ്പോ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. Work as hard as or harder than they do. Hard work ആവശ്യമാണ്. Have the skill to contribute to the work at hand. നല്ല സ്കിൽ ഉണ്ടായിരിക്കണം. Communicate problems or concerns in a way that leads to effective action. Problems എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, എന്നാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും എഫക്റ്റീവ് ആക്ഷനും ചെയ്തിരിക്കണം. താങ്ക് യു.